ഐസേജ് കാണാം. ഏയ് നമുക്ക് ഫ്രോസൺ കാണാന്നേ. എനിക്ക് എന്റെ കണ്ടാലോ? സുമതി വല്ലതും കാണാം. ഒന്ന് പോയാ വെച്ചേ. അതിൽ എത്ര പ്രാവശ്യം കണ്ടാണെന്നോ? സുമതി വല്ലതും കാണാം. ഇല്ലെങ്കിൽ ആരും കാണണ്ട. നമുക്ക് വേറെ സിനിമ കണ്ടിട്ട് സുമതി വല്ലതും കണ്ടാ പോരെ? പറ്റൂല സുമതി വല്ലതും കാണണം. സുമതി വല്ലതും കാണണം. ഇതിനാരെങ്കിലും ആ സിനിമയിൽ കൈവശം കൊടുക്കണോ? വന്ന ദിവസം തൊട്ടിട്ട് എല്ലാ ദിവസവും ഇരുന്ന് കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഇതിന് മതിയായില്ലേ? അവള് ചെറുതല്ലേ, നീ വിട്ടുകളാ. അവളുടെ വാശി ചേച്ചി കാണുന്നില്ലേ? ചിന്നു, നീ ഒരു പൊടിക്കടങ്ങിക്കോ. ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ ഒന്നും കാണാൻ വിടില്ല. സുമതി വളവ്. എനിക്ക് സുമതി വളവ് കാണണം. ആ കാണാം, പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ ഞങ്ങൾ വെക്കും. ആരാ വന്നിട്ടുണ്ടല്ലോ? ഞാൻ നോക്കിക്കോളാം. മക്കൾ അവിടെ ഇരുന്ന് കളിച്ചോ. ആ ശരിയമ്മേ. ആ റുക്സാന, നീയായിരുന്നോ? ദേവു, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താ റുക്സാന, നീ പറഞ്ഞോ. അല്ല, ഇതെന്താ നിന്റെ കയ്യില്? ഇത് പുഡിങ്ങാ. നിനക്കറിയാലോ എന്റെ ആംഗ്ലയുടെ നിക്കാഹാന്ന്. അത് അടുത്ത ആഴ്ചയല്ലേ? ആ, അടുത്ത ആഴ്ച തന്നെയാ. പക്ഷെ ഞങ്ങളുടെ പെരയിലല്ലോ ഒരാഴ്ച മുമ്പേ തന്നെ വീട്ടുകാരും നാട്ടുകാരും എല്ലാരും ഉണ്ടാവും. അപ്പൊ വരുന്നവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ഈ പുഡിങ്ങല്ലോ. ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് നിറച്ച സാധന. അപ്പൊ ഒന്ന് വൈകുന്നേരം വരെ നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഇരുന്ന് നോക്കുവോ? ഓ, അതിനൊന്നും കുഴപ്പമില്ല, ഞാൻ വെച്ചോളാം. ഇതുപോലത്തെ രണ്ടെണ്ണം കൂടി ഉണ്ട്, ഞാൻ അതും കൊണ്ടുവരട്ടെ? നീ കൊണ്ടുവന്നോ, ഞാനത് ഫ്രിഡ്ജിൽ വെച്ചോളാം. താങ്ക് യു ദേവു, ഞാൻ വേഗം എടുത്തിട്ട് തരാം. വാവ് ആന്റി, ഇതെന്താ? ഹായ് അമ്മ, ഇത് ഞങ്ങൾക്കാ? ഇത്ര വലിയ പുഡിങ്ങോ? എന്റെ ചക്കരമ്മ, വേഗം താമേ. ഇത് നിങ്ങൾക്കുള്ളതല്ല. പിന്നെ ഇത് ആർക്കുള്ളതാ? ഇത് അപ്പുറത്തെ വീട്ടുകാർ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി തന്നതാ. വൈകിട്ട് അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കണം. നല്ല വലിയ പുഡിങ് ആയിരുന്നു. 4 ആളോടും കൂടി ഞാനൊരു കാര്യം പറയാം. ഇനിയും 2 പുഡിങ് കൂടി വരാനുണ്ട്. 4 ആളും അതിലൊന്നും തൊടാനേ പാടില്ല, കേട്ടല്ലോ? അവർക്ക് ഞങ്ങളുടെ എല്ലാം കൊതി കിട്ടും, നോയിക്കോ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവരുടെ ഫ്രിഡ്ജ് സ്ഥലമില്ലാത്തോണ്ട് ഇങ്ങോട്ട് വന്നതാ. നമ്മൾ അയൽക്കാരല്ലേ, അപ്പൊ പരസ്പരം കുറച്ച് സഹായിക്കല്ലോ വേണ്ടേ? ഞാനൊരു പുഡിങ്ങിന് സഹായിക്കാം. കൺമണി മോളെ, ഇതിലൊന്നും തൊട്ടേക്കരുത് കേട്ടോ. സത്യം, എന്ത് വലിയ പുഡിങ്ങായിരുന്നു. ആരും കാണാതെ എങ്ങനെയെങ്കിലും അടച്ചു മാറ്റണം. എനിക്കിനി സിനിമയൊന്നും കണ്ട, ഞാൻ പോകുന്ന. ഞാനും ഉണ്ട് ചിന്നു, റൂമിലോട്ട്. ഞാനും ഉണ്ട്. ഡി കൺമണി, നീ വരുന്നില്ലേ? ഞാനിവിടെ ഇന്ന് സിനിമ കണ്ടേട്ടാ. അവരെല്ലാം പോയി. ഇനി ആന്റി അടുക്കളയിൽ നിന്ന് പോകുന്ന സമയത്ത് അവിടെ കയറിയെന്ന് പുഡിങ് കഴിക്കാം. അയ്യവ, ആരെങ്കിലും കാണുന്നതിന് വേണ്ടി വേഗം കഴിച്ചു തീർക്കാം. ഹാവു, വയറ് നിറഞ്ഞു. മക്കൾക്കെല്ലാം വിശക്കുന്നുണ്ടാവും, അവർക്ക് ചോറ് കൊടുക്കാം. ഇതെന്താ? അയ്യോ ആന്റി. കൺമണി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ പുഡിങ് കഴിക്കാൻ പാടില്ലാന്ന്. ഇനി ആ റുക്സാനയോട് ഞാൻ എന്ത് പറയേണ്ടത് ദൈവമേ? ആന്റി, ഞാൻ കഴിച്ചിട്ടില്ല. കൺമണി, വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട. പിന്നെ മുന്നിൽ കാണുന്നത് എന്താ? അത് ഞാൻ കഴിച്ചില്ല. ചിലപ്പോ ഉണ്ണിയേട്ടനും ചേച്ചിമാരും കഴിച്ചതായിരിക്കും. ഈ പെണ്ണ് നാക്കെടുത്ത കള്ളം മാത്രമല്ലേ പറയുന്നുള്ളൂ. എന്റെ മക്കളായിരുന്നെങ്കിൽ 2 പൊട്ടിക്കെങ്കിലും ചെയ്യായിരുന്നു. ഇതിനടിക്കാൻ പോയിട്ട് വഴക്ക് പറയാൻ പോലും പറ്റില്ലല്ലോ. ആന്റി, എന്താ ഇവിടെ ഒരു ബഹളം? ഉണ്ണി മോൻ അങ്ങോട്ടൊന്ന് നോക്കിയേ. അയ്യോ, ഇതാ പുഡിങ്ങിന്റെ പാത്രല്ലേ? ആ അതെ. എന്റെ കൺമണി, ഏട്ടാ ഞാനല്ല. അല്ല ആന്റി, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എനിക്കറിയില്ല. റുക്സാന കുറച്ച് കഴിയുമ്പോ വരും. 4 പുഡിങ്ങാ തന്നെ, ഇനി 3 ബാക്കിയുള്ളൂ. 4ാമത്തെ പുഡിങ് എവിടെയെന്ന് അവളെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് നോക്കട്ടെ. മോനെ, നീ ഇവിടെ വിളിച്ചിട്ട് പോ, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ആ ആന്റി. ഡേ കൺമണി, എന്റെ കൂടെ വാ. പണിയായോ? എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഏട്ടനെ വിളിച്ച് പറയാം. ഏട്ടൻ എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കില്ല. ഹലോ ഏട്ടാ. ആ ദേവു, എന്താ കാര്യം? നീ എന്താ ഇപ്പൊ വിളിക്കുന്നേ? ഏട്ടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എടി, ഞാൻ ജോലിയില്ല. നീ എന്താ കാര്യം എന്ന് വെച്ച് വേഗം പറ. ഞാൻ ഏട്ടനൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഒരു പുഡിങ്ങിന്റെ. അത് നോക്കാൻ വേണ്ടിട്ടാണോ നീ എന്നെ വിളിച്ചേ? നിങ്ങൾ ഞാനത് പറയുന്ന മൊത്തം കേൾക്ക്. എന്നാ നീ വേഗം പറ. ആ ഫോട്ടോയിലുള്ള അതേ പുഡിങ് ഏട്ടൻ വേഗം വാങ്ങിക്കൊണ്ട് വരണം. അതെന്താ ദേവു, നിനക്ക് പെട്ടെന്നൊരു പുഡിങ്ങിനോട് പൂതി? പുഡിങ് തന്നെ വേണോ? കേക്ക് വാങ്ങിയാ പോരെ? ചേട്ടാ, ഞാൻ പറയുന്ന മൊത്തം കേക്ക്. എനിക്ക് അതേ പുഡിങ് തന്നെ വേണം. ആ പുഡിങ് എങ്കിൽ പുഡിങ് ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ വാങ്ങിട്ട് തരാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഏട്ടൻ ഇപ്പൊ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങണം. എന്റെ ദേവു, നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ വൈകുന്നേരം വരുമ്പോ വാങ്ങിട്ട് കൊണ്ടുവന്നാ പോരെ? ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല പുഡിങ് വേണമെന്ന് പറയുന്നത്. അപ്പുറത്തെ വീട്ടിലെ റുക്സാന ഇവിടെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി 4 പുഡിങ് തന്നായിരുന്നു. വൈകിട്ട് അവർ വന്നിട്ട് എടുത്തോളാന്ന് പറഞ്ഞേ. ഇവിടുത്തെ കൺമണി അതിൽ ഒരെണ്ണം എടുത്തിട്ട് മൊത്തമായിട്ട് അങ്ങ് തിന്നു. ഇനി അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ 3 ബാക്കിയുള്ളൂ. ആ 4ാമത്തേതും കൊടുക്കണ്ടേ? അതുകൊണ്ട് ഏട്ടന് ഞാൻ അയച്ച ഫോട്ടോയിൽ അതേ പുഡിങ് വാങ്ങിയിട്ട് ഏട്ടൻ വേഗം വാ. ശരി, എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ വേഗം വരാം. ഏട്ടാ നോക്ക്, അതേ പുഡിങ് തന്നെ വേണം. എനിക്ക് മനസ്സിലായി. നീ ഫോൺ വെച്ചോ. ശരി ഏട്ടാ. ഹാവു, സമാധാനായി. ഇനി അതേപോലത്തെ പുഡിങ്ങും കൂടി കിട്ടിയാൽ എല്ലാം ഓക്കെ ആയി. ചേട്ടാ, ഞാൻ കാണിച്ചു തന്ന ഡിസൈനിലുള്ള പുഡിങ് ഇവിടെ ഉണ്ടാവോ? അല്ല സാറേ, അത് കേക്കല്ലേ? അല്ല ചേട്ടാ, അതൊരു പുഡിങ്ങാ. അതേ ഡിസൈനിലുള്ള പുഡിങ് ഇവിടെ കിട്ടുമോ? സോറി സാർ, അതിവിടെ ഇല്ല. സാർ, ഞങ്ങളുടെ ഇവിടുത്തെ ബ്രെഡൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഞങ്ങൾ പലതരം വെറൈറ്റി ബ്രെഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ വേണ്ട ചേട്ടാ, എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് ആ പുഡിങ്ങാ വേണ്ടേ. സാറിന് വേണമെങ്കിൽ ഞങ്ങളുടെ ബേക്കറിയിൽ നല്ല കേക്കും ഉണ്ട്. വേണ്ട ചേട്ടാ, എനിക്കിപ്പോ ആ പുഡിങ്ങാ വേണ്ടേ. എന്നാ ശരി ചേട്ടാ. ഒരു ബ്രെഡ് പോലും വാങ്ങിക്കാതെ അയാൾ പോയല്ലോ.
സാർ കാണിച്ചു തന്ന ഫോട്ടോയിലുള്ള പുഡിംഗ് ഇവിടെ ഇല്ല. വേറെ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സാർ പറഞ്ഞാൽ ഞാൻ എടുത്തു തരാം. അയ്യോ, എനിക്ക് ആ ഫോട്ടോയിൽ കാണിച്ച പുഡിംഗാ വേണ്ടേ. ഓ സോറി സാർ, പക്ഷെ ആ പുഡിംഗ് ഇവിടെ ഇല്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ വേറെ പലതരം പുഡിംഗ് ഉണ്ട്. ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ട്, പക്ഷെ ഡിസൈന് കുറച്ച് വ്യത്യാസമായിരിക്കും. ടെൻഡർ കോക്കനറ്റിന്റെ പുഡിംഗ് ഉണ്ട്, മാംഗോ പുഡിംഗ് ഉണ്ട്, ഈവൻ ജെല്ലി പുഡിംഗ് ഉണ്ട്. ഞങ്ങളുടെ ജെല്ലി പുഡിംഗ് വളരെ ഫേമസ് ആണ്. ഞാൻ എന്നാൽ വേറെ കടയിലും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഓ ഷുവർ സാർ. ഹലോ സാർ, സാറിന് എന്താണ് വേണ്ടത്? എനിക്കൊരു ചോക്ലേറ്റ് പുഡിംഗ് ആണ് വേണ്ടത്. ഞാൻ അതിന്റെ റെഫറൻസ് പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ, സാർ നേരത്തെ കാണിച്ചത് ഫോട്ടോ അല്ലേ? ആ അതന്നെ, അതുപോലത്തെ ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ ഉണ്ടാവോ? ഇത് ഞാൻ കേറുന്ന 49ാമത്തെ ബേക്കറിയാ. സാറിന് ഭാഗ്യമുണ്ട്. ഞങ്ങൾക്ക് രാവിലെ അതുപോലത്തെ ഒരു പുഡിങ്ങിന് 4 ഓർഡർ ഉണ്ടായിരുന്നു. 4 എന്നുള്ള ഓർഡർ ഞാൻ കേട്ടത് 6 എന്നാ. അതുകൊണ്ട് ഞാൻ 2 എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷായി. ഇന്ന് എന്റെ ഭാര്യ എന്നെ വീട്ടിൽ കയറ്റില്ലെന്നാ കരുതി. ഞാൻ ഇന്ന് സാറിന്റെ ഓർഡർ പാക്ക് ചെയ്യട്ടെ? സാറിന് വേറെ എന്തെങ്കിലും വേണോ? കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ. 3-4 മണിക്കൂറായി ഒരേ അലച്ചിലായിരുന്നു. ആ സാർ, ഞാൻ സാറിന് ഫ്രഷ് ജ്യൂസ് എടുക്കാം. ആ ഓക്കെ, ആയിക്കോട്ടെ. കുറച്ചു നേരത്തിനു ശേഷം ഇതാ നീ പറഞ്ഞ പുഡിങ്. എത്ര ബേക്കറി കയറി ഇറങ്ങിയിട്ടാണ് ഇത് കിട്ടിയെന്ന് അറിയോ? എന്തായാലും കിട്ടിയല്ലോ ഏട്ടാ, അത് തന്നെ സമാധാനായി. അമ്മ അപ്പുറത്തെ വീട്ടിൽ ആന്റി വന്നിട്ടുണ്ട്. റുക്സാനയാണോ? ആ ആന്റി തന്നെയാ. ആ അവള് പുഡിങ് കൊണ്ടാ വന്നായിരിക്കും. മക്കളൊരു കാര്യം ചെയ്യുക വാ. എന്താ? ആ ഞാൻ നിങ്ങളുടെ 2 കയ്യിൽ ഓരോ പുഡിങ് തരാം. അത് നിങ്ങൾ റുക്സാന ആന്റിയുടെ വീട്ടിൽ പോയി കൊടുക്കണം. ആ ശരി അമ്മ, ഞങ്ങൾ കൊടുത്തോളാം. ബാക്കി 2 നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം അല്ലേ ഏട്ടാ? അങ്ങനെയെങ്കിൽ അങ്ങനെ. അല്ലപ്പ നിങ്ങൾ എന്തിനാ ഇതെല്ലാം പിടിച്ച് പുറത്ത് വെക്കുന്നേ? ഇത് ഞാൻ എടുക്കൂലായിരുന്നോ? അല്ല റുക്സാന, നിനക്ക് ഒരു സമയത്ത് ഒന്നിലും എടുക്കാൻ കഴിയൂ. ബാക്കി ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുതന്ന് സഹായിക്കാന്നേ. ആ എന്നാ പിന്നെ നിങ്ങൾ 2 എന്റെ കൂടെ വന്നാ മതി. അല്ല റുക്സാന, ഒരെണ്ണം നീ പിടിച്ചാലും ബാക്കി 3 ഞങ്ങൾ കൊണ്ടുവരണ്ടേ? ഏയ് ഞങ്ങൾക്ക് 3 മതി. ഒരെണ്ണം നിങ്ങൾക്ക് തന്നെയല്ലേ ഞാൻ? ഒരെണ്ണം ഞങ്ങളുടേതാന്നോ? ആ പുഡിങ് കൊണ്ടുവന്ന സമയത്ത് നിങ്ങളോട് ഒരെണ്ണം എടുക്കാൻ ഞാൻ പറയാൻ വിട്ടുപോയി. ഈ വീട്ടിലും കുട്ടികളൊക്കെ ഉള്ളതല്ലേ. എന്നിട്ട് 4 പുഡിങ് ഞാൻ വീട്ടിലെടുത്ത് പോയാൽ അത് മോശമല്ലേ? അതുകൊണ്ട് ഒരെണ്ണം ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്നതാ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കിങ്ങനെ 3 മണിക്കൂർ ഓടേണ്ടി വരുമായിരുന്നോ? രമേശ് എന്തെങ്കിലും പറഞ്ഞോ? അല്ല, കല്യാണം അടുത്ത ആഴ്ചയില്ല, അതിനെപ്പറ്റി പറഞ്ഞതാ. ആ കല്യാണത്തിന് നിങ്ങൾ കുടുംബസമേതം എല്ലാരും വരണേ. അത് പിന്നെ പറയാനുണ്ടോ? ഞങ്ങൾ എന്തായാലും വരില്ലേ. എന്നാ മോളെ പുഡിങ് തന്നെ ഞാൻ പിടിച്ചോളാം. ഏയ് വേണ്ട ആന്റി, ഇത് ഞാനങ്ങ് കൊണ്ടുതരാം. എന്നാ രമേശ നിന്റെ തന്നെ. എന്നാ വാ ആന്റി, നമുക്ക് പോകാം. ആ മോളെ വാ, നമുക്ക് പോകാം. മെനക്കെട്ടിട്ട് പുഡിങ് കൊണ്ടുവന്നിട്ട് അവരത് കൊണ്ടുപോയോ ഇല്ല. എന്തായാലും ഏട്ട വാങ്ങിക്കൊണ്ടുവന്ന് നന്നായി. എത്ര കട കയറി ഇറങ്ങിയിട്ടാണ് ഈ സാധനം കിട്ടിയെന്നറിയാം നിനക്ക്? അല്ല ആന്റി, ഈ പുഡിങ് എന്തായാലും കൊണ്ടുപോയില്ലേ? ഇല്ല മോനെ, ഈ പുഡിങ് നമ്മളോട് എടുത്തോളാൻ പറഞ്ഞു. ഈ സത്യമായിട്ടും? ആടാ സത്യമായിട്ടും. ആ നിങ്ങളെന്നാ പുഡിങ് എല്ലാം കഴിച്ചു ഇവിടെ നിക്ക്. ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അലഞ്ഞ് മനുഷ്യന് ഊപ്പാടല്ലകി. ആന്റി എനിക്ക് പുഡിങ്ങിന്റെ വലിയ പീസ് വേണം. അല്ല ഇതിന് മതിയായില്ലേ? നേരത്തെ അല്ലേ വലിയ പുഡിങ് മൊത്തം തനിച്ചു തന്നേ. കൺമണി എന്താ ഏട്ടാ? ഈ പുഡിങ്ങിൽ എങ്ങാനും നീ കൈ തൊട്ട് നിറഞ്ഞാല് ഒരെണ്ണം മൊത്തം നേരത്തെ തനിയായിരുന്നു തിന്ന് തീർത്ത്. എന്നിട്ട് ഇനിയും വേണമെന്നല്ലേ? തൊട്ടാ നിന്നെ ഞാൻ ഓടിക്കും, പറഞ്ഞേക്കാം. എനിക്ക് പുഡിങ് വേണം. പുഡിങ് അല്ല, നിനക്ക് ചവിട്ടാന്ന്. ആന്റി